ഞാൻ പലതവണ ആവർത്തിച്ച് നിങ്ങളോട് പറഞ്ഞ ഒരു കാര്യമാണ്. ഞാൻ എന്തും സഹിക്കുന്നവനാണ്, ഭൂമിയോളം സഹിക്കുന്നവനാണ്, പ്രാണൻ പോയാൽ പോട്ടെ എന്ന് വിചാരിക്കുന്നവനാണ്. പക്ഷേ മതേതരത്വം തകർന്നാൽ അതെനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. നിങ്ങളിൽ പലർക്കും ഈ പ്രയാസമുണ്ട് എന്ന് എനിക്കറിയാം. അതുകൊണ്ട് സമാന മനസ്കരായതുകൊണ്ടാണ് നിങ്ങളോട് ഞാനിത് പറയുന്നത്. നമ്മളുടെ നാട്ടിൽ മതേതരത്വം ക്ഷയിച്ചു വരുന്നു. മൊത്തം നശിച്ചിട്ടില്ല. പക്ഷേ UP അതിൻ്റെ ഒരു കേന്ദ്രമാണ്. നമ്മളുടെ യോഗി ആദിത്യനാഥാണല്ലോ അവിടുത്തെ മതേതര വിരുദ്ധനായ മുഖ്യമന്ത്രി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ നടക്കുന്നത് എന്തൊക്കെയാണ്? അദ്ദേഹത്തിൻ്റെ നാട്ടിൽ അദ്ദേഹം കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞിരുന്നു. ഒരു മുഖ്യമന്ത്രിക്ക് ചേരാത്ത വിധം അദ്ദേഹം ന്യൂനപക്ഷങ്ങളെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു. ഏതെങ്കിലും നാട്ടിൽ ആരെങ്കിലും ന്യൂനപക്ഷങ്ങളെ അങ്ങനെ നിയന്ത്രിക്കുമോ? ന്യൂനപക്ഷങ്ങളെ ബഹുമാനിക്കാൻ പഠിക്കണ്ടേ? ന്യൂനപക്ഷങ്ങളെ കാണുമ്പോൾ അരയിൽ തോർത്ത് കെട്ടി വാപത്തി ഓച്ചാനിച്ച് നിൽക്കണ്ടേ? ശരി, ഇതൊക്കെ പോട്ടെ, ഞാൻ അതും അങ്ങ് ക്ഷമിച്ചു, അങ്ങനെ രാഷ്ട്രീയക്കാരനാണല്ലോ എന്നൊക്കെ വിചാരിച്ചു. പലവിധ സമാധാനങ്ങൾ കണ്ടുപിടിച്ചു. ഇതിപ്പോൾ അലഹബാദ് ഹൈക്കോടതി തന്നെ നേരിട്ടിറങ്ങിയിരിക്കുകയാണ് ഈ കോടാലിയുമായിട്ട് മതേതരത്വത്തെ വെട്ടിക്കീറാനായിട്ട്. എന്ത് ചെയ്യുമെന്ന് പറ. ഞാനാണെങ്കിൽ ഇവിടെ മതേതരത്വം മുറുകെ പിടിക്കുന്നു, ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്നു. കക്ഷം വേദനിക്കുക മാത്രമാണ് ചിലപ്പോഴെങ്കിലും ഞാനൊന്ന് താഴെ വയ്ക്കാറുള്ളത്. അപ്പോൾ അത് തന്നെ മതേതരവാദികളോട് മാപ്പ് പറഞ്ഞുകൊണ്ടാണ്, ചേട്ടാ ഒന്ന് താഴെ വെച്ചോട്ടെ, ഒരു ചായ കുടിക്കുകയോ ഒരു പരിപ്പോട് തിന്നുകയോ ചെയ്തോട്ടെ എന്ന് പറയുമ്പോൾ അവർ കണ്ണു തുറിക്കും. ശരി, വേഗം വേണം കിളവ, താൻ മതേതരത്വം സംരക്ഷിക്കാതെ താൻ ചായ കുടിച്ചിട്ട് എന്താടോ കാര്യം എന്നൊക്കെ ചോദിച്ച് വഴക്കൊക്കെ പറയും. ഞാൻ അച്ഛാ പോറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്നൊരു ചായ കുടിച്ച് ഓടി വന്നിട്ട് മതേതരത്വം എടുത്തിട്ട് വീണ്ടും പൊക്കി പിടിക്കും. ഇങ്ങനെയൊക്കെ ചെയ്താണ് ഞാൻ ജീവിക്കുന്നത്. അതുകൂടാതെ മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കണം. മതേതരത്വം വേറെ, മതേതര മൂല്യം വേറെ എന്ന് നമ്മുടെ സുനിൽ പിയുടെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കണം, ഭരണഘടന മൊത്തത്തിൽ ഉയർത്തിപ്പിടിക്കണം. ഇങ്ങനെ പലവിധ സാധനങ്ങൾ ഉയർത്തിപ്പിടിച്ചാണ് ഞാനൊരു ദിവസം കഴിച്ചു കൂട്ടുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ വല്ല കഷ്ടപ്പാടും അറിയാമോ? നിങ്ങളുടെ കൂട്ടത്തിൽ ഇങ്ങനെ ചെയ്യുന്ന കുറച്ച് പേരുണ്ടെന്ന് എനിക്കറിയാം. അത് പോരാ, എല്ലാവരും അത് ചെയ്യണം. ഇപ്പോൾ അലഹബാദ് ഹൈക്കോടതി മതേതര വിരുദ്ധമായ ഒരു ജഡ്ജ്മെന്റ് എഴുതിയിരിക്കുന്നു. അത് എഴുതിയിരിക്കുന്ന ഒരു മുസ്ലിം ജഡ്ജാണ്. അതാണ് എനിക്ക് ഏറ്റവും വലിയ അത്ഭുതം. JJ മുനീർ എന്ന ഒരു ജഡ്ജാണ്. ഡിവിഷൻ ബെഞ്ചിലായിരുന്നു. ഓണറബിൾ JJ മുനീർ, ഓണറബിൾ സഞ്ജീവ് കുമാർ. അയാൾ ഹിന്ദുവാണ്. ഹിന്ദുവായിട്ട് എന്താ കാര്യം? സീനിയർ ജഡ്ജ് JJ മുനീറാണ് ജഡ്ജ്മെന്റ് എഴുതിയത്. ഈ പ്രശ്നം സമീർ എന്ന ഒരു ചെറുപ്പക്കാരനെതിരെയുള്ള കേസാണ്. സമീറും അയാളുടെ കൂട്ടാളികളും കൂടെ ആകെ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ഒരു പശുവിനെയും 3-4 പശുക്കിടാവിനെയും കാട്ടിൽ വെട്ടിയങ്ങാൻ. UP-യിലത്തെ കാട്ടിൽ, നമ്മുടെ കാട്ടിലും ഒക്കെ അങ്ങനെയാണ്. കാടരിയിലൊക്കെ താമസിക്കുന്നവർ ചുമ്മാ പശുവിനെയും കിടാവിനെയും കഴിച്ചുവിടും. കയറുമില്ല, ഒരു മണ്ണാങ്കട്ടയില്ല. ആദ്യം ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ നടന്ന് പുല്ലും കിട്ടിയതൊക്കെ തിന്നിട്ട് അങ്ങനെ വൈകുന്നേരം ആകുമ്പോൾ തന്നെത്താനെ തിരിച്ച് വീട്ടിൽ വന്നോളും. നമ്മൾ അന്വേഷിച്ചൊന്നും പോകണ്ട. ഇടയ്ക്ക് ചിലപ്പോൾ ഒന്ന് നോക്കിയാലായി, നോക്കിയില്ലെങ്കിലായി. ഇതാണ് പശുവും മനുഷ്യനും തമ്മിലുള്ള ഒരു ഡൈനാമിക്സ്. അങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു പശുവിനെ 3-4 പശുക്കിടാവിനെയും ഈ സമീറും കൂട്ടാളികളും ചേർന്ന് വെട്ടിയരിക്കും. അതിൻ്റെ ഇറച്ചി വിറ്റ് അവർക്ക് 20,000 രൂപ കിട്ടി. അതിൽ നിന്ന് ഒരു മൊബൈൽ ഫോൺ മേടിച്ചു, 5,963 രൂപ. ബാക്കി കാശ് തുല്യാസൂക്ഷം അവർ വീതിച്ചെടുത്തു. ഇതാണ് സംഭവം. അപ്പോൾ ആളുകൾ ഇതറിഞ്ഞ് കുറേ പശുവിൻ്റെ തല, കാല്, കുളമ്പ്, കൊമ്പ്, വാല് ഇതൊക്കെ കിടക്കുന്നു. അപ്പോൾ ആളുകൂടി പ്രശ്നമായി, പോലീസായി, ബഹളമായി. അപ്പോൾ ഇതാരാണ് എന്താണെന്ന് പറഞ്ഞ് അന്വേഷണമായി. ആരെയും പിടികിട്ടിയൊന്നുമില്ല.
അപ്പോൾ ഈ സംഭവം നടന്നത് ദ ജംഗിൾ ഇൻ വില്ലേജ് ലൗദാവ്പൂർ പോലീസ് സ്റ്റേഷൻ ജിൻജാന ഡിസ്ട്രിക്ട് ഷാംലി. ഷാംലി ജില്ലയിലാണ്. ബാക്കി ഈ എടാകുടം പിടിച്ച പേരുകൾ നമുക്ക് വിടാം. ഷാംലി ജില്ലയിൽ ആണ് ഈ സംഭവം. കമ്മിങ് അക്രോസ് ദ റിമൈൻസ് ഓഫ് കൗസ് പ്രോജനി lying in the field of one Sandeep, son of അവൽ സിംഗ്. അവൽ സിംഗിൻ്റെ അങ്ങനെ അവൽ കച്ചവടമായിരിക്കും, അതാണ് അവൽ സിംഗ് എന്ന പേര്. അവൽ സിംഗിൻ്റെ മകൻ സന്ദീപിൻ്റെ പാടത്താണ് കഴിഞ്ഞ മാർച്ച് 15 ഏകദേശം രാവിലെ 10:10 ഇത് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ദ പോലീസ് പാർട്ടി ഹൂ കെയിം അക്രോസ് ദ റിമൈൻസ് ഓഫ് കൗസ് പ്രോജനി ഫൗണ്ട് 11 ഡിസ്മെമ്പേർഡ് ഫീറ്റ്, 11 വെട്ടി അരിഞ്ഞ കാലുകൾ, വെറും 11 ഉള്ളൂ. 4 tails, 4 വാല്. പാർട്സ് ഓഫ് ദ ഹെഡ്, തലയുടെ കുറച്ച് ഭാഗങ്ങൾ. ബിസൈഡ്സ് പാർട്ട് ഓഫ് ദ സ്കിൻ, തൊലിയുടെ കുറച്ച് ഭാഗം, ബാക്കി തൊലി അവർ കൊണ്ടുപോയി. ആൻഡ് എ വുഡൻ ബ്ലോക്ക്, തടി കൊണ്ടുള്ള ഒരു കഷ്ണം. ഇത് അറുക്കാനായിട്ട് വെട്ടി അരിയാൻ എടുത്ത കഷ്ണമായിരിക്കും. ഇത്രയൊക്കെ അവിടെ കിടപ്പുണ്ട്. പോലീസ് വന്ന് മാസ്റ്റർ എഴുതി കാര്യങ്ങളൊക്കെ നോക്കി ഒക്കെ കഴിഞ്ഞു. ഈ സംഭവം വലിയ പ്രചാരം കിട്ടി. ദിസ് സ്പ്രെഡ് ലൈക്ക് വൈൽഡ് ഫയർ. കാട്ടുതീ പോലെ ഈ വാർത്ത പരന്നു ഹിന്ദുക്കളുടെ. സത്യം പറഞ്ഞാൽ ഈ തെമ്മാടി ഹിന്ദുക്കളെയൊക്കെ കണ്ടില്ല, യുവന്മാരെ പിടിച്ചു വേണം ആദ്യമേ ജയിലിലിടാൻ. കാട്ടുതീ പോലെ പരത്താൻ ഇതിന് മാത്രം എന്താ കാര്യം? 4 പശുവിനെ വെട്ടിക്കൊന്ന് ഇറച്ചിയെടുത്തില്ല, എന്ത് ഇത്ര വലിയ സംഗതി എന്താ? എന്നിട്ട് വൈൽഡ് ലൈഫ് ഇൻ ദാറ്റ് വില്ലേജ് ആൻഡ് ദ അഡ്ജോയിനിങ് വില്ലേജസ്, അടുത്ത ഗ്രാമങ്ങളെല്ലാം ഏതാ? നയാഗാവ്, ധത്തായിദ, ഗംഗാറാംപൂർ, ഖേഡ്കി, പന്തൂപ്പറ, ജിജൌല, ലക്ഷ്മിപുര, ബല്ലമാർജ്ര, തോട, ഖോഡാസമ, ഇങ്ങനെയുള്ള ഗ്രാമങ്ങളിലെല്ലാം ഇത് പരന്ന് ആളൊക്കെ ഓടിക്കൂടി. ലീഡിങ് നേറ്റീവ്സ് ഓഫ് ദ സെഡ് വില്ലേജ് ആൻഡ് വർക്കേഴ്സ് ഓഫ് വേരിയസ് ഓർഗനൈസേഷൻസ്, ഹിന്ദു ഓർഗനൈസേഷൻസ്, ടു റഷ് ടു ദ സ്പോട്ട്. ഹിന്ദു ഓർഗനൈസേഷൻ, സത്യം പറഞ്ഞാൽ ഇവന്മാരെയൊക്കെ ചാട്ട പറഞ്ഞടിക്കുന്നുണ്ട്. ഹിന്ദു ഓർഗനൈസേഷൻ വേറെ പണിയില്ലേ ഇവർക്കൊക്കെ? ഇത് സ്ഥിരം മതേതരത്വം തകർക്കുക എന്ന് പറഞ്ഞാൽ ഇവർക്ക് വലിയ ഉത്സാഹമാണ്. അപ്പം സീയിങ് ദ റിമൈൻസ് ഓഫ് ദ കൗ ആൻഡ് ദർ പ്രോജനി ദേ വെർ എൻറേജ്ഡ്. ഇതൊക്കെ കണ്ട് ആൾക്കൂട്ടം അങ്ങ് കലിതുള്ളി. ദിസ് ഇവൻ കോയിൻസൈഡഡ് വിത്ത് ദ ഫെസ്റ്റിവൽ ഓഫ് ഹോളി. ഹോളിയുമായിരുന്നു. മാർച്ച് 15 ഹോളി. 15, 14, 16 അങ്ങനെ ആ ഹോളി. which led to religious feelings of the villages being hurt. വില്ലേജസിൻ്റെ റിലിജിയസ് ഫീലിംഗ്, മതവികാരം വ്രണപ്പെട്ടു. ഇവൻ്റെയൊക്കെ മതവികാരം. ഹിന്ദുവിന് എന്ത് മതവികാരം എനിക്ക് മനസ്സിലാകുന്നില്ല. മറ്റ് മതങ്ങൾ അല്ല, ക്രിസ്ത്യാനിക്കോ മുസ്ലിമോക്ക് മതവികാരം വ്രണപ്പെട്ടു എന്ന് പറയാൻ മനസ്സിലാക്കാം. ഹിന്ദുവിന് എന്ത് മതവികാരം വ്രണപ്പെടാൻ? അവനീ ഒരു വികാരവും ഇല്ലാത്തവനല്ലേ, ചുമ്മാ കിടക്കുന്ന ഉഴപ്പൻ. അവനിപ്പോൾ പറയുന്നു അവൻ്റെ മതവികാരം വ്രണപ്പെട്ടു. They let out their anger by resorting to slogan shouting and blockading the Thana Bhawan Jinjana road completely. മൊത്തം റോഡ് ബ്ലോക്ക് ചെയ്തു ഈ ഭ്രാന്തന്മാർ. This caused a formidable road jam, and on both sides of the blockade a long queue of vehicles, all standstill was there. രണ്ടു വശത്ത് നേരെയായിട്ട് കിലോമീറ്റർ ദൂരം വണ്ടികൾ ബ്ലോക്കായി. ആകെ കൂടെ പ്രശ്നമായി. പോലീസ് വന്നു, ഒരു കണക്കിന് യുവമാരെ സമാധാനിപ്പിച്ചൊക്കെ വിട്ടു. 3-4 ദിവസം കഴിഞ്ഞപ്പോൾ ഈ ടീമിനെ അവർ അറസ്റ്റ് ചെയ്തു. പോലീസ് അന്വേഷണം നടത്തി, ഇതിലേ പോയത് കണ്ടു, അതിലേ പോയത് കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനകത്തെ ഒരു 3 പേരെ 2 മോട്ടോർ സൈക്കിളിൽ, ഞാനിത് ചുരുക്കി പറയാമെന്ന് വിചാരിച്ചിട്ടാണ്, 10-24 പേജുണ്ട് ജഡ്ജ്മെൻറ്റ്, അതെല്ലാം കൂടെ വായിച്ച് കേൾപ്പിക്കാൻ പറ്റില്ല. ഈ ചെറുപ്പക്കാരെ പോലീസുകാർ എൻകൗണ്ടർ കണ്ടുപിടിച്ചു. ബഹളമായി. ഇവന്മാർ
ബൈക്ക് സ്പീഡ് കൂട്ടി രക്ഷപ്പെടാൻ നോക്കി. പോലീസ് ജീപ്പിൽ വിട്ടില്ല. പോലീസ് പിന്നാലെ ഇവർ നിർത്തി. ഉരുട്ടിപ്പിടുത്തമായി. ഇതിനിടയ്ക്ക് ഒരു വെടിവെച്ചു. വെടിവെച്ച് പോലീസിന് കൊണ്ടില്ല. കാരണം ഉത്തർപ്രദേശിലെ പോലീസ് അസാമാന്യമായ സാമർഥ്യമുള്ളവരാണ്. അവർ ഉരുണ്ട് കളഞ്ഞു. പക്ഷെ പോലീസ് തിരിച്ചു വെടിവെച്ചു. അതിൽ യുവന്മാർക്ക് പരിക്ക് പറ്റി. സത്യം പറഞ്ഞാൽ യു പി പോലീസ് തട്ടിക്കളയുന്ന ടീമാണ് കേട്ടോ. പക്ഷേ ഇത്തവണ അവരത് ചെയ്തില്ല. അവർ കാലിന് വെടിവെക്കുക അങ്ങനെ എന്തൊക്കെ ചെയ്ത് യുവന്മാരെ വീഴ്ത്തി പിടിച്ചുകൊണ്ട് പോയി. അപ്പോൾ ഇവരുടെ കയ്യിൽ ബോംബ്, അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ട്. എക്സ്പ്ലോസീവ് ആക്ട് അത് ഇതൊക്കെ ചുമത്തി. അപ്പോഴും ഈ പെറ്റീഷനുമായിട്ട് വന്നിരിക്കുന്ന സമീറിനെ പിടിച്ചില്ല. സമീറിനെ പിന്നെയും 2 ദിവസം കഴിഞ്ഞാണ് പിടിച്ചത്. അയാളുടെ കയ്യിലും കത്തി, കോടാലിയും സംഗതിയൊക്കെ ഉണ്ടായിരുന്നു. ഇതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, ഞങ്ങൾ ആ പശുവിനെ വെട്ടി അതിൽ 20,000 രൂപ കിട്ടി, നല്ല കച്ചവടമല്ലേ. ഇതുപോലെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന പശു ഉണ്ടെങ്കിൽ വീണ്ടും വെട്ടാനായിട്ട് ഞങ്ങൾ കത്തി, കോടാലി, മഴു ഇതൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ ദേ ഈ കത്തി കണ്ടോ സാറേ, ഇതൊരു പ്രത്യേകതരം കത്തിയാണ്. ഇതെന്താണ്, ഇതൊരു കൊള്ളാമല്ലോ ഈ കത്തി, ഇതെന്തിനാ? ഇത് ആരെങ്കിലും ഇത് കണ്ട് ഇത് തടയാനോ പിടിക്കാനോ വന്നു എന്ന് വെച്ചോ, അവനെ വകവരുത്താനുള്ള കത്തിയാണ് ഈ കത്തി. അത് പ്രത്യേകം കത്തിയാണ്. അത് ഇച്ചിരി മെലിഞ്ഞ് 2 വശത്തും മുറിച്ചൊക്കെ ആയിട്ട്. ഈ പശുവിനെ വെട്ടുന്ന കത്തി കൊണ്ട് മനുഷ്യനെ വെട്ടാൻ പറ്റില്ല. അതിന് സ്പെഷ്യൽ കത്തി വേണം. ഇതൊക്കെ ഈ കത്തി സംഗതിയൊക്കെ എടുത്ത് പെരുമാറി ശീലം വേണം. ഇപ്പം നിങ്ങളൊക്കെ ഒരുമാതിരി വെറും ജന്തുക്കൾ. എനിക്ക് ഇതൊക്കെ പ്രയോഗിക്കാൻ ശീലിക്കണ്ടേ, എങ്കിലല്ലേ മതേതരത്വം നിലനിർത്താൻ പറ്റുള്ളൂ. മതേതരത്വം നിലനിർത്താൻ അടിസ്ഥാനപരമായിട്ട് ചെയ്യേണ്ടത് പശുവിനെ വെട്ടിപ്പടിക്കുക. ഇതാണ്. നമ്മളുടെ നാട്ടിലൊരു ചെറുപ്പക്കാരൻ മാതൃക കാണിച്ചു, നിങ്ങൾക്ക് ഓർമ്മയില്ലേ? റിജിൽ മാക്കുറ്റി അതോ പൂക്കുറ്റിയ, അങ്ങനെ ഒരു സാധനം. അയാൾ ഒരു ടെമ്പോയിലിട്ട് ടി വിക്കാരെയൊക്കെ വിളിച്ചു വരുത്തി. മാധ്യമങ്ങൾക്ക് വലിയ ഉത്സാഹമായി, പശുക്കുട്ടിയെ അറക്കാൻ പോകുന്നു. ഇത്രയും നല്ല കാഴ്ച പറയുന്നുണ്ട്. ഈ ഒറ്റ കാഴ്ച കൊണ്ട് നേരെ സ്വർഗരാജ്യത്തേക്ക് പോകും. ഉടലോടെ സ്വർഗരാജ്യത്തേക്ക് പാസ്പോർട്ടാണ് ഈ കാഴ്ച കണ്ടു കഴിഞ്ഞാൽ. അത്രയ്ക്ക് അമ്പലത്തിൽ നിന്ന് തൊഴുന്ന പോലെ ഭക്തിയോടെ നമ്മുടെ ശബരിമല മറ്റേ ഇതൊക്കെ കാണിക്കുമല്ലോ, മകരവിളക്കൊക്കെ കാണിക്കുമല്ലോ, അതൊക്കെ മാറി. അതൊന്നും ഒരു ഷൂട്ടിംഗ് അല്ല. ഇത് ഈ റിജിൽ മാക്കുറ്റി പശുവിനെ വെട്ടുന്ന സീനാണ് യഥാർത്ഥത്തിൽ മീഡിയ വളരെ നയനാനന്ദകരമായിട്ട് ഷൂട്ട് ചെയ്ത് നമ്മളെയൊക്കെ കാണിച്ചത്. ഈ മാതൃക കാണിച്ചിട്ട് പോലും ഒരെണ്ണം റിജിൽ മാക്കുറ്റിയെ പിന്തുടരാനുണ്ടായ കഷ്ടമായി പോയി. സ്വാമി റിജിൽ മാക്കുറ്റി അനന്ത എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് പേര് കൊടുത്ത് അദ്ദേഹത്തിന് വലിയ സ്ഥാനം കൊടുക്കേണ്ടതായിരുന്നു കേരളത്തിൽ. പൊട്ടന്മാരായ മലയാളികൾ അത് ചെയ്തില്ല. ബട്ട് ഭാഗ്യം, കോൺഗ്രസ്സിൽ അദ്ദേഹം ഇപ്പോഴും നേതാവായിട്ട് തുടരുന്നു. അപ്പം നിങ്ങൾക്ക് മതേതരത്വം കളിക്കണമെങ്കിൽ ആദ്യം വേണ്ടത് ഈ പശുവിനെ കൊല്ലുക എന്നുള്ളതാണ്. പശുവിനെ കൊന്ന് നിങ്ങളുടെ മതേതരത്വം തെളിയിക്കുക. അത് കഴിഞ്ഞിട്ട് മതി ഹിന്ദുക്കളുടെ നിരക്ക് കയറുന്നത്. ആദ്യം ഹിന്ദുവിന് പ്രിയപ്പെട്ടതായ ഒരു മൃഗത്തെ കൊല്ലണം. അപ്പം ഈ അറപ്പ് മാറും. അറപ്പ് മാറിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് മനുഷ്യനെ വെട്ടാം. ഇതാണ് അതിൻ്റെ പ്രിൻസിപ്പിൾ. അപ്പോൾ ഈ സമീറിനെ ഇവര് എന്ത് ചെയ്തു? യു പി സർക്കാർ നാഷണൽ സെക്യൂരിറ്റി ആക്ട് പ്രകാരം അതും ചുമത്തി തടവിലാക്കി. നാഷണൽ സെക്യൂരിറ്റി ആക്ട് NSA അത് പ്രകാരം പിടിച്ച് അകത്തായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് ചുമത്തി കഴിഞ്ഞാൽ പിന്നെ പുറത്തിറങ്ങാൻ വലിയ പ്രയാസമാണ്. അപ്പോൾ ദേശസുരക്ഷയും പശുവും തമ്മിലുള്ള ബന്ധം ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ. പശുവിനെ കൊല്ലുന്നത് എങ്ങനെയാണ് ദേശസുരക്ഷയെ ബാധിക്കുന്നത് എന്ന് യോഗി ആദിത്യനാഥ് ചോദിക്കണം. കാരണം ഈ NSA ചുമത്തുന്നത് സർക്കാരാണ്, ജില്ലാ കളക്ടറാണ്. അപ്പോൾ NSA ചുമത്തി ഈ ചെറുക്കൻ്റെ പേരിൽ. ചെറുക്കന് പുറത്തിറങ്ങാൻ പറ്റില്ല. കോടതിയിൽ വാദിച്ചു NSA ഇത് ചെയ്തത് ശരിയായില്ല. ഹേബിയസ് കോർപ്പസ് റിട്ടാണ് കോടതിയിൽ വന്നത്. കാരണം ചെറുക്കനെ കോടതിയിൽ ഹാജരാക്കണം. അതാണ് ഹേബിയസ് കോർപ്പസ്, ബ്രിങ് ദ ബോഡി, അതാണ് അതിനർത്ഥം. അപ്പോൾ ഇതും പറഞ്ഞുകൊണ്ടാണ് ഹൈക്കോടതിയിൽ പോയത്. അപ്പോൾ ഹൈക്കോടതിയിൽ പോലീസ് പറഞ്ഞു, ഈ ചെറുക്കൻ ജയിലിൽ കിടന്നിട്ട് ഇവൻ
എന്ത് ചെയ്തു എന്ന് വെച്ചാൽ പോലീസിന് ഒരു മെസ്സേജ് അയച്ചു. അവൻ്റെ ഒരു കൂട്ടുകാരൻ വഴി. ജയിലിൽ കാണാൻ ആൾക്കാർ ചെല്ലുമല്ല. അപ്പോൾ ചെന്ന ആളിനോട് ഇവൻ പറഞ്ഞു, ഡാ, ഞാൻ താമസിയാതെ ജാമ്യത്തിൽ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഒരു 4-5 പശുവിനെ കൂടെ ഞാൻ വിട്ടു. ഞാനിങ്ങനെ പറഞ്ഞു എന്ന് നീ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കോൺസ്റ്റബിൾ നമ്പർ 735 എന്തോ, കോൺസ്റ്റബിളിൻ്റെ നമ്പറും പേരും ഒക്കെ പറഞ്ഞിട്ട് അയാളോട് പോയി പറഞ്ഞേക്ക്, ഞാൻ ഇനിയും വെട്ടും, എന്നെ അയാളൊരു ഒന്നും ചുക്കും ചെയ്യാനില്ല എന്ന് പറഞ്ഞേക്കുന്നു. ഇവൻ അതുപോലെ പോയി പോലീസിൽ പറഞ്ഞു. കാരണം പറഞ്ഞില്ലെങ്കിൽ ഇവനെ വെട്ടുമല്ലോ. മതേതരത്വം നിലനിൽക്കുന്നത് എങ്ങനെയാണ് നീ ചെറുക്കുന്നത് നന്നായിട്ടല്ലേ. അതുകൊണ്ട് അവൻ പറഞ്ഞു, ചേട്ടാ ഞാൻ പോയി പറഞ്ഞോളാം, സത്യസന്ധമായിട്ട് പറഞ്ഞോളാം ചേട്ടൻ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞിട്ട് പോലീസുകാരൻ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട്, സാറേ ഇവിടെ 735 നമ്പർ സാറാരാ, എന്താണ് നിനക്ക് 735 ആവശ്യം? അല്ല, ഇങ്ങനെ ഒരു വിവരം പറയാനുണ്ട്. എന്ത് വിവരം? അല്ല, അത് 735 പറയാൻ പറ്റുള്ളൂ. ആ, ഈ ബഹളമൊക്കെ നിൽക്കുമ്പോൾ 735 എന്താ ഞാനാണ് എന്താടാ? അതിങ്ങനെ ജയിലിൽ നിന്ന് ഇങ്ങനെ ഒരു മെസ്സേജ് ഉണ്ട്. പുള്ളി താമസിയാതെ ജാമ്യം കിട്ടി പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളെയല്ല, നിങ്ങളുടെ അടക്കം പശുക്കളെ വെച്ചുകൊണ്ടിരിക്കില്ല. ഒരു 4-5 പശുവിനെ തട്ടിയിട്ട് പുള്ളി അടങ്ങുള്ളൂ. അപ്പോൾ ഹൈക്കോടതി പറഞ്ഞു, ദ നെക്സ്റ്റ് പോയിന്റ് ഫോർ കൺസിഡറേഷൻ ഈസ് if there was material to show that the petitioner, if enlarged on bail, would again indulge in commission of the offense of cow slaughter. ഇവനെ പുറത്തു വിട്ടാൽ ഇവൻ വീണ്ടും പശുവിനെ കൊല്ലും എന്നുള്ളതിന് വിശ്വസനീയമായ വല്ല തെളിവുണ്ടോ? It is submitted that no objective material in this regard, on the foot of which the detaining authority could be subjectively satisfied എന്നാണ് അവൻ്റെ ആർഗ്യുമെന്റ്. പക്ഷേ കോടതി പറഞ്ഞു, താനിത് ഇദ്ദേഹത്തിനോട് പറഞ്ഞില്ല. അവൻ പോയി പോലീസ് സ്റ്റേഷനിൽ ഈ പറഞ്ഞ പോലീസുകാരൻ്റെ പേരും നമ്പറും ഒക്കെ പറഞ്ഞില്ലേടൂ. അപ്പോൾ തന്നെ സൂക്ഷിക്കേണ്ടത്, താൻ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇത് വീണ്ടും ചെയ്യുമെന്നാണ് താൻ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ താൻ ഒരു ദേശസുരക്ഷയ്ക്ക്, പൊതുസുരക്ഷയ്ക്ക്, ദേശസുരക്ഷ എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ ആക്രമിക്കുമ്പോൾ ഉള്ള സുരക്ഷ മാത്രമല്ല, മറ്റു രീതിയിൽ ജനങ്ങളുടെ സ്വൈര്യജീവിതം തകർക്കുന്ന പരിപാടി ഞാൻ ഇനിയും തുടരും എന്ന് ജയിലിൽ നിന്നൊരുത്തൻ പറയുക. അത് പറഞ്ഞവനോട് പറയുക, നീ പോയി പോലീസിൽ ചെന്നിട്ട് ഇത്രാം നമ്പർ പോലീസുകാരനോട് ഇത് പറയടാ എന്ന് പറയുക. ഇതൊക്കെ എന്ത് വെള്ളരിക്കപ്പെടണമെന്നാണ് കോടതി ചോദിക്കുന്നത്. എനിക്ക് ബഹുമാനപ്പെട്ട കോടതിയോട് ജെ മുനീർ എന്ന ജസ്റ്റിസിനോട് എനിക്ക് പറയാനുള്ളത്, ഇതാണ് സാർ മതേതരത്വം. ഇതല്ലെങ്കിൽ എന്താ മതേതരത്വം? എന്നിട്ട് ജഡ്ജ് എഴുതിയിരിക്കുകയാണ്, one has to bear in mind that the offense committed by the petitioner was not an offense of the ordinary violent kind. ഒരു സാധാരണ അക്രമപ്രവൃത്തി അല്ല ഇവൻ ചെയ്തിരിക്കുന്നത്. that affected the life of one individual or a group of them. ഒരാളെയോ ഒരു ചെറിയ ഗ്രൂപ്പിനെയോ ബാധിക്കുന്ന കാര്യമല്ല ഇത്. unconcerned with the stable life of the community which would go on unruffled by his actions. സൊസൈറ്റിയിൽ വലിയ ചലനമൊന്നും ഇല്ലാതെ ചെറിയൊരു പ്രശ്നം മാത്രമായിട്ട് അവശേഷിക്കുന്നതല്ല ഇത്. He had committed an act that aroused public outrage. പബ്ലിക് എല്ലാം കൂടെ ഇളകിയ സംഭവമാണ്. amongst a large section of the population in the locale whose religious feelings were hurt. This kind of an offense, if repeated again, about which the detaining authority had material to believe that it could be done by the petitioner upon his release, would certainly imperil the even tempo of life of the locality. Even tempo of life, അതായത് ജീവിതത്തിൻ്റെ താളം തന്നെ തെറ്റിച്ച് കളയുന്ന പ്രവൃത്തിയായിട്ട് ഇത് മാറും. ഇതറിഞ്ഞുകൊണ്ട് ഈ ഭീഷണി, പുറത്തിറങ്ങിയാൽ വീണ്ടും ഇത് ചെയ്യും എന്നുള്ള ഭീഷണി ഇവൻ മുഴക്കിയ സ്ഥിതിക്ക് നാഷണൽ സെക്യൂരിറ്റി ആക്ട് ഇവൻ്റെ പേരിൽ ചുമത്തിയതിൽ യാതൊരു തെറ്റുമില്ലെന്നും ഇവൻ ജയിലിൽ തന്നെ കിടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതി ജസ്റ്റിസ് ജെ മുനീർ ആൻഡ് ഓണറബിൾ സഞ്ജീവ് കുമാർ
ഈ 2 ജഡ്ജിമാർ, അതിൽ ജെ മുനീറാണ് ജഡ്ജ്മെൻ്റ് എഴുതിയത്. അങ്ങനെ ചെറുക്കൻ വീണ്ടും ജയിലിലായി. 16-ാം തീയതി, ഏപ്രിൽ 16-ൻ്റെ ഓർഡറാണ്. മാർച്ച് 15-ാം തീയതി നടന്ന സംഭവമാണ്. ഇനി നിങ്ങൾ പറ, ഈ നാട്ടിൽ മതേതരത്വം ഇനി പുലരും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നമ്മളെല്ലാം കൂടെ പുറത്തിറങ്ങണ്ടേ? കണ്ണിക്കണ്ട പശുവിനെയും പശുക്കിടാവിനെയും ഒക്കെ വെട്ടി അരിയണ്ട്, റോട്ടിലിട്ട് പരസ്യമായിട്ട് ആരുടെ മതവികാരമാണ് വ്രണപ്പെടുന്നത്? ഞാനൊന്ന് കാണട്ടെ. നമ്മളെല്ലാവരും റിജിൽ മാക്കുറ്റിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് കയ്യിൽ കിട്ടിയ പശുവിനെയും പശുക്കിടാവിനെയും റോഡിൽ കൊണ്ടുവന്ന് നിർത്തി, വെറുതെ വീട്ടിൽ പുറകിലിട്ട് കൊന്നാൽ പോരാ, റോഡിൽ കൊണ്ടുവന്ന് നിർത്തി മഴ കൊണ്ടോ കോടാലി കൊണ്ടോ വെട്ടണം. പശുവിനെ മാത്രമല്ല, പശുക്കിടാവ് വേണം. അത് നിങ്ങൾക്കിതിൻ്റെ ഒരു ഇമോഷണൽ വാല്യൂ മനസ്സിലാവുന്നില്ല. പശുവിനെ വെട്ടുന്നതിനേക്കാൾ കൂടുതൽ മതേതരത്വമാണ് പശുക്കിടാവിനെ വെട്ടുമ്പോൾ. നിങ്ങൾ ഓർത്ത് നോക്കി, ചെറിയ കാതും കഴുത്തിലൊരു മണിയും ഉണ്ട കണ്ണും ഒക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു വെളുത്ത പശുക്കിടാവ്, അതിങ്ങനെ തുള്ളിച്ചാടി വരുമ്പോൾ അതിനെ പിടിച്ച് നിർത്തി മഴ കൊണ്ട് ഒറ്റ വെട്ടിന് കഴുത്ത് വെട്ടുമ്പോൾ അതിൽ നിന്ന് ചീറ്റുന്ന ചോര, അതാണ് മതേതരത്വ മരത്തിന് വെള്ളവും വളവുമായിട്ട് മാറുന്നു. ഇനിയെങ്കിലും അത് മനസ്സിലാക്കണം. റിജിൽ മാക്കുറ്റി ഇത് നേരത്തെ മനസ്സിലാക്കി, സമീർ ഇപ്പം മനസ്സിലാക്കി. നമ്മളിനി എന്നാണ് ഇതൊക്കെ മനസ്സിലാക്കാൻ പോകുന്നത് എന്നെനിക്കറിയില്ല. ഞാൻ വാസ്തവത്തിൽ നമ്മുടെ സമൂഹത്തെപ്പറ്റി വളരെ ദുഃഖിതനാണ്. സമൂഹത്തിൽ മതേതരവാദികൾ കുറഞ്ഞു വരുന്നു. വലിയ സങ്കടമുള്ള കാര്യമാണ്. ഏതായാലും ഞാൻ മതേതരത്വം സംരക്ഷിക്കാൻ തന്നെ തീരുമാനിച്ചു. പിന്നെ വയസ്സായി ആരോഗ്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് പശുവിനെ പിടിച്ചു നിർത്തിയോ കിടാവിനെ പിടിച്ചു നിർത്തിയോ വെട്ടിക്കൊല്ലാനൊന്നും എനിക്ക് സാധ്യമല്ല. ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെ ഈ മതേതരത്വം ഉയർത്തിപ്പിടിക്കുക, പിന്നെ ഭരണഘടന ഉയർത്തിപ്പിടിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് കാലം കഴിച്ചോളാം. പക്ഷേ എനിക്ക് പിന്നാലെ വരുന്ന ചെറുപ്പക്കാരോട് ഞാൻ ആഹ്വാനം ചെയ്യുന്നു, ഭാരതത്തിൻ്റെ മതേതരത്വം നിലനിർത്താൻ വേണ്ടി പശുവിനെ വെട്ടിക്കൊല്ലുവിൻ, പശുക്കിടാവിനെ അറുത്തു കൊല്ലുവിൻ. താങ്ക് യു.